സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിള്ളേരിത് എത്ര പ്രാവശ്യം കൊണ്ട് വിളിക്കുന്നെന്നറിയാവോ? നിങ്ങളെ ഈ വീടുമൊക്കെ വിട്ടിട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇനിയിപ്പോൾ അന്നമോളൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? CCTV ക്യാമറയും പട്ടിയും ഈ വീടും ഞാനും മാത്രം. ഓ, എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. എനിക്ക് ഈ വയസ്സാം കാലത്തെങ്കിലും കാനഡ കാണാനൊരു യോഗം ഉണ്ടായെങ്കിലോ? എനിക്കറിയാം എൻ്റെ ഒരു കാര്യത്തിന് നിങ്ങൾ എതിര് നിന്നിട്ടില്ല. നീ പോയിട്ട് വാടി ശോശേ എന്ന് പറയാൻ വരുമല്ലയോ? അമ്മച്ചി ദാ വരുന്ന്. അമ്മച്ചി ആ ദാ വരുന്ന്. അയ്യേ, മോളെ നീ കളിക്കാൻ പോയതാണോ അതോ മണ്ണിനകത്ത് ഉരുളാൻ പോയതാണോ? എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ നാളെ കാനഡയിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ചെളിയൊന്നും കളിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊതു തീരുന്നവരെ കളിച്ചതാ. ആ ഫസ്റ്റ് എൻ്റെ പൊന്നു മോളെ, നിന്റെ രാജ്യം അമ്മ എന്നെ ഏൽപ്പിച്ചതുപോലെ അവരുടെ അടുത്ത് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവരെന്നെ വെച്ചേക്കത്തില്ല. പണി ഇങ്ങോട്ട് കുളിക്കാൻ. നോക്കൊരു കോലം. അവരെപ്പോ എത്തും അമ്മച്ചി? നാളെ രാവിലെ 7 മണിക്ക് ലാൻഡ് ചെയ്യും. ആ അപ്പോഴും ഉച്ചയ്ക്കുമ്പോ ഇങ്ങ് എത്തുമായിരിക്കും. അപ്പൊ 1 മാസം കാണുമല്ലോ. അവിടെ ഏറിയ 10 ദിവസം. ഞാൻ റാണിമോടെ പപ്പയുടെ ആണ്ടുകൂടാ ഇനി ഞങ്ങളെ കൊണ്ടുപോകാനും കൂടെ വരുന്നത്. പെണ്ണ് അമ്മച്ചി പിന്നെ അമ്മച്ചി പോണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പൊന്നും അറിയാം ഞാൻ എങ്ങനെയാ പോകാതിരിക്കുന്നത്. ആകെ ഒരു ആൺതരി ഉള്ളതാ. അവൻ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? പണ്ടേ അങ്ങ് ബാത്റൂമിൽ തന്നെ വീണി. അന്ന് മുതൽ വിളിയോടെ വിളിയാ. ഇനി ഞാൻ പോകാത്തത് കൊണ്ടല്ലേ. ഇനിയിപ്പോൾ അന്നമോളൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? നിങ്ങൾ രണ്ടും അല്ലേ എനിക്കൊരാശ്രയം. ആ ബെസ്റ്റ്. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ കറഞ്ഞിപ്പോ മെഗാ സീരിയൽ ആക്കുമല്ലോ. അവിടെ ഒരു മെഗാ സീരിയൽ കൂടി അവിടുന്ന്. ഞാൻ ഇനി ഇവിടെ നിക്കണില്ലേ? അടുത്തെങ്ങണമായിരുന്നേ നിന്നെ കൂടെ കൊണ്ടുപോകായിരുന്നു. എന്നെ കൊണ്ടുപോയില്ലേലും വേണ്ട, എൻ്റെ മോളെ ഒന്നും കൊണ്ടുപോയി രക്ഷപ്പെടുത്തി തന്നാ. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ ഒരു കാര്യം ചെയ്യും, അവിടെ നല്ലതുപോലെ പഠിപ്പിക്കാൻ ചേച്ചി. എങ്കിൽ പിന്നെ ശരി ചേച്ചി, ഞാനൊന്ന് ഇങ്ങോട്ട് പോകട്ടെ. നാളെ രാവിലെ വെച്ച് നേരത്തെ ഇങ്ങ് വരണേ. ആ ശരി അമ്മച്ചി. നീ മെഗാ സീരിയലേ ഇങ്ങോട്ട് വാ. അന്നമോളെ നീ കുളിക്കാൻ വാ ഇങ്ങോട്ട്. ഇവളിത് എവിടെ പോയി കിടക്കുന്നത് മോളെ? നോക്കു വേണ്ടായോ? വേണ്ട. നിങ്ങളെന്തോ പിള്ളേരെ അവിടെ നിന്ന് ആഹാരം കാണാതെ കിടക്കുവാന്നോ? വന്ന പാടെ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ടാണല്ലോ ഇരിക്കുന്നത്. കുളിയൊന്നുമില്ല, നനയില്ല, ഡ്രസ്സും മാറില്ല. കൊള്ളാമല്ലോ. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കണതിൻ്റെ രുചിയൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ തിളച്ചു മറിയുകയാണ്. ഇനിയിപ്പോൾ അമ്മച്ചിയും കൊണ്ട് അങ്ങ് പോവാമല്ലോ. ഇവളെന്താ 24 മണിക്കൂറും വെയിലത്ത് കളിയാണോ? ഫുള്ളങ്ങ് കറുത്ത് പെണ്ണ്. ഞാൻ അവളെ വെയിലത്തും മഴയത്തും ഒക്കെ ഇറക്കി വിടും. അതുകൊണ്ട് ഏത് കാലാവസ്ഥയൊക്കെ പിടിക്കും. പനിയൊന്നും ഒട്ടും വരുത്തുമില്ല. ഇവിടുത്തെ പോലത്തെ കാലാവസ്ഥയല്ലല്ലോ അവിടെ. തണുപ്പായി കഴിഞ്ഞാലേ മഞ്ഞ് വീഴ്ചയാ ഭയങ്കര. ഓ, എൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ അതൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്യുമോ എന്തോ. ആ പിള്ളേരെ, ഞാൻ നല്ല മാങ്ങാച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. അമ്മച്ചി ഞാനുണ്ട്. അതെ മനുഷ്യ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അമ്മച്ചിയെ കൊണ്ടുപോകുന്നില്ല എന്നറിയുമ്പം അമ്മച്ചിയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടുകൊണ്ട് വായും തുറന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കരുത്.
എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. കഴിക്ക്. എങ്ങനെയുണ്ട് എൻ്റെ കൈപ്പുണ്യമെന്ന് നോക്ക്. 2 ജാറ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ. നോക്കും ഇഷ്ടമാണെന്നാ കഴിക്ക്. അന്ന മോള് വെറുതെ വാശി പിടിക്കണ്ട. അമ്മച്ചിയെ കാനഡയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യമൊന്നും നടക്കുകയല്ല. പിന്നെന്തിനാ നിങ്ങൾ അമ്മച്ചീനെയും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്? അമ്മച്ചിയാണെങ്കിൽ ആഗ്രഹിച്ചിരിക്കുക. അത് കുഴപ്പമില്ല, ഡാഡി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. നീ അതിന്റെ പേര് വരില്ല എന്നും പറഞ്ഞ് നിൽക്കണ്ട. ഡാഡി പറ, ഡാഡി അമ്മച്ചിനെ കൊണ്ടുപോകാന്ന് പറ. മോളിങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മച്ചിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇനി മോളിങ്ങനെ കരയാൻ നിന്നാൽ അത് അമ്മച്ചിക്ക് ഏറ്റവും വലിയ പ്രശ്നമാവും. അമ്മച്ചിയെ കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. മോളെ, നമുക്ക് അമ്മച്ചിന് വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നീ ഇത്രയും കാലം ഞങ്ങളെ കാണാതിരുന്നില്ലേ, അതുപോലെ ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും. എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് അമ്മച്ചിനെ മതി. ദേ വിൻസെന്റ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ. ഓരോരുത്തരെ വിളിച്ച് ഓരോ ആശയം കൊടുപ്പിച്ചിട്ട് ഇപ്പൊ അവസാനം കുഞ്ഞിനെ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചോണ്ട് വാ. അമ്മച്ചില്ല, ഞാൻ പോകത്തില്ല അമ്മച്ചി, പ്ലീസ് അമ്മച്ചി. മോള് കരയാതിരിക്കുക. അമ്മച്ചിയെ കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പ്ലാന്. പക്ഷേ ഇപ്പം അവിടുത്തെ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരിക. പഴയതുപോലെ അത്ര ഈസി അല്ല കൊണ്ടുപോകണം. ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ. അന്ന മോളെ, നീ വെറുതെ കരഞ്ഞ് വാശി പിടിച്ച് ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കരുത്. എന്തൊരു വാശിയായി പെണ്ണിന്, വളർത്തി വഷളാക്കി വെച്ചേക്കുന്നു. ഞാൻ അവളെ പൊന്നുപോലെ വളർത്തി, മുള്ളി നോവിക്കാതെ. ഒക്കെ അങ്ങനെ ആവശ്യമില്ലാത്ത വാശികളൊന്നും. അമ്മച്ചിക്ക് ഇപ്പം ഞങ്ങളോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം അല്ല അമ്മച്ചി. അമ്മച്ചിക്ക് അറിയാമല്ലോ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ തന്നെയല്ല, 10-24 മണിക്കൂറുണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് യാത്ര. ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും യാത്ര മുടങ്ങത്തില്ലേ? അവൻ എന്നോടെല്ലാം പറഞ്ഞു. കാലാവസ്ഥയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, നിയമം മാറി വരുന്നതൊക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മച്ചി വിചാരിക്കും നമ്മൾ മനഃപൂർവ്വം കൊണ്ടുപോകാത്തയാണെന്ന്. നിങ്ങൾ എന്തോന്ന് മനുഷ്യൻ മിണ്ടാതിരിക്കുന്നേ? കാര്യങ്ങളൊക്കെ അമ്മച്ചിയോട് പറ. അമ്മച്ചി, ഈ വീടും കൂടെ അടച്ചിട്ടിട്ട് വന്നാലേ പിന്നെ ഞങ്ങൾക്ക് നാടും വീടും ഇട്ട് യാതൊരു ബന്ധവും ഇല്ലാതായി മാറും. അന്നമോളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഇങ്ങോട്ട് വരണ്ടല്ലോ. അമ്മച്ചില്ല, ഞാൻ ഒരിടത്തും വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഡി, വെറുതെ വാശി കാണിക്കരുത്. നിന്നെ വരച്ച വരെ നിർത്താനേ എനിക്കറിയാം. നീ അങ്ങ് വാ. അമ്മച്ചി വിചാരിക്കും പോലെ ഞങ്ങൾ ഇവിടെയും കൊണ്ട് പോയാലേ പിന്നെ ഇങ്ങോട്ട് വരാതെ ഒന്നും ഇരിക്കൂല. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ഇവിടെ ഈ വലിയ വീടും ചുറ്റിനും 4 ക്യാമറയും വലിയ 2 പട്ടി പോരെ, ഞാൻ ഒറ്റയ്ക്കാണോ? എന്നെപ്പോലെ ഈ കേരളത്തിൽ പലയിടത്തും പല അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അതുപോലെ ഞാനും അങ്ങ് കഴിഞ്ഞോളാം. അമ്മച്ചി വെറുതെ സാഹചര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. പോകുന്നിടത്തെല്ലാം അപ്പനെ അമ്മയും കൊണ്ടു നടക്കാൻ പറ്റുമോ? അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങൾ പലപ്പോഴും നിർബന്ധിച്ചപ്പോഴൊക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ അന്നമോളെയും കൂടെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാനും കൂടെ വരാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ പോയത് പിന്നെ നിങ്ങളങ്ങ് അമേരിക്കയും പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. അന്നമോളെ,
വാ, സമയം ഒരുപാടായി. ഞാൻ ഇന്ന് അമ്മച്ചിയുടെ അടുത്ത് കിടന്നോളാം, എന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. നോക്ക് പെണ്ണിന്റെ വാശി, ഇനി ആ ശീലമൊക്കെ അങ്ങ് മാറ്റണം. വാ. നീ അവളെ വിട്ടേ, അവൾ അമ്മച്ചിയോട് കിടന്നോളൂ. എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ. അമ്മച്ചി, ഞാൻ വലുതാകുമ്പോ എയറോപ്ലെയിനിൽ പറന്നോണ്ട് ജോലി ചെയ്യും. ആണോ? അതിനു വേണ്ടി മോനെ ഞങ്ങൾ പഠിപ്പിക്കും കേട്ടോ. ഞാൻ അമേരിക്കയിലേക്ക് പോകും, അപ്പൊ ഞാൻ കൂടെ നിങ്ങളെയും കൊണ്ടുപോവാ. ആന്നോടാ ചക്കരെ? എനിക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ വേണം. ഓക്കെ നോക്കട്ടെ. അമ്മച്ചി, അമ്മച്ചി എന്താ അമ്മച്ചി പറയുന്നത്? അവരോട് പോകണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ ഇത്. ഇവിടെ ആരുമില്ലെങ്കിൽ വെറുതെ കിടന്ന് നശിച്ചു പോയില്ലേ? അന്നമോക്ക് അമ്മച്ചി ഇല്ലാതെ പറ്റുമോ? അതൊക്കെ അങ്ങ് മാറിക്കോളും. ഞാൻ ഇനി എത്ര കാലമാണ്? അവൾ അവിടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വളരട്ടെ. സത്യം പറയാം, അവർ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞോ? അവരിപ്പോൾ അങ്ങനെയൊക്കെ പറയുമോ? ഞാൻ പോകാൻ മടിക്കുന്നതുകൊണ്ട്. അമ്മച്ചിക്ക് അവളില്ലാതെ പറ്റുമോ? പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റില്ല, പക്ഷെ പറ്റണം. എൻ്റെ മോളല്ലല്ലോ, അവരുടെ മോളല്ലേ. ഞാൻ പോകണം അമ്മച്ചി. അമ്മച്ചി കരയുന്നതാണ് എനിക്ക് വയ്യ. അമ്മച്ചി, ഞാൻ പോകുന്നില്ലെന്ന് പറ അമ്മച്ചി, പ്ലീസ് അമ്മച്ചി, പ്ലീസ് പ്ലീസ്. ചെല്ല്. മോള് അമ്മയെ കാണണമെന്നുള്ളപ്പോഴേ നമുക്ക് ഫോണിലൂടെ കാണാമല്ലോ. തന്നെയല്ല, അമ്മ അവിടെ വന്നാൽ കാലാവസ്ഥ ഒന്നും പിടിക്കത്തില്ല. വല്ല അസുഖം വന്നാലേ ഇവിടെ വന്ന് കിടക്കണ്ടായോ? ചെല്ലു മോളെ. അമ്മച്ചി, ഞാൻ പോകുന്നില്ല അമ്മച്ചി. മോള് കരയല്ലേ? അമ്മച്ചി പറ്റത്തില്ല അമ്മച്ചി. അമ്മച്ചി മോള് കരയല്ലേ? അമ്മച്ചിയും കരയും. അമ്മച്ചി കരയുന്ന മോക്ക് ഇഷ്ടമല്ലല്ലോ. മമ്മിയുടെ അമ്മച്ചി വരുന്നുണ്ടല്ലോ, പിന്നെന്താ അമ്മച്ചിക്ക് വന്നാ? അതെ, മമ്മിയുടെ അമ്മച്ചിയോട് മമ്മിക്ക് സ്നേഹമുണ്ട്. എൻ്റെ മോനതില്ല. ഞാൻ പോകത്തില്ല. ചെല്ലു മോളെ. ഇല്ല. ഓ, എൻ്റെ ഇല്ല അമ്മച്ചി. ചെല്ലു മോളെ. അമ്മച്ചി ഇല്ല. ചെല്ലു മക്കളെ. എന്നെ വരാനാ പറഞ്ഞത്. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ. അമ്മച്ചി. കേറി. അമ്മച്ചി. കേറ്.
ശോശേ ശോശേ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇതിങ്ങനെ വരുള്ളൂന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ നിനക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. എൻ്റെ മോളില്ലാതെ എനിക്ക് പറ്റത്തില്ല. എന്നായാലും അവൾ അവൻ്റെ കൂടെ പോയല്ലേ പറ്റൂ. നമുക്ക് തടയാൻ അവകാശമില്ല. ദേ നീ ഒന്ന് ഓർത്തു നോക്കി. പണ്ട് നമ്മൾ ഈ വസ്തു വാങ്ങുമ്പോൾ ഞാനും നീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ആഗ്രഹം പോലെ ഒരു വീട് വെച്ചു. മകനായി, മരുമകളായി, എന്ന് കൊച്ചുമക്കളുമായി. നിങ്ങൾക്ക് അതൊക്കെ പറയാം, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സഹിച്ചേ പറ്റൂ. അതുമല്ല, നീ ഇവിടുന്ന് പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് കൂട്ടിന്? പറ. ഞാൻ ഒറ്റയ്ക്കാവൂലേ? അതുമാത്രമല്ല, ഈ കാണുന്നതെല്ലാം നമ്മുടെ രണ്ടുപേരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അടച്ചു പൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? പറ. നീ എങ്ങും പോണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്ക് കൂട്ടിന് ഞാനും എനിക്ക് കൂട്ടിന് നീയും പോരെ? അതെ, അത് മതി. എന്നാ പിന്നെ കരച്ചിലൊക്കെ നിർത്തി ചിരിച്ചേ. ചിരിച്ചേ. ആ